ആയോൾ അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ എൻട്രൻസ് പഠിച്ച് എഴുതി ക്രാക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ ജേണിയുടെ ഇടയിൽ മനസ്സിലായ കുറച്ച് റിയാലിറ്റീസ് അതാണ് പറയണത്. ഇത് നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഫസ്റ്റ് തന്നെ ക്രാഷ് കോഴ്സ്. ഈ ക്രാഷ് കോഴ്സിൻ്റെ സംഭവം പറയണേ മുന്നേ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ ഒരു സാറ് ഞങ്ങളുടെ അടുത്തൊരു കഥ പറഞ്ഞു. അതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ സാറ് ഇങ്ങനെ പറയണതാണ്, ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വന്നതിന് മുന്നത്തെ കൊല്ലം ഇവിടെ ഇങ്ങനൊരു 3 മാസത്തെ ക്രാഷ് കോഴ്സിൻ്റെ പരിപാടി ഉണ്ടായി, ഓഫ്ലൈൻ പരിപാടി. അപ്പോൾ അതിലൊരു കൊച്ച് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു, നന്നായിട്ട് പഠിക്കണമായിരുന്നു. ഒരു ദിവസം ആ കൊച്ച് ഈ സാറിൻ്റെ അടുത്ത് വന്ന് ആ സാറിനോട് ചോദിക്കണതാണ്, സാറേ ഈ ഒരു 3 മാസം അല്ലെങ്കിൽ 3.5 മാസം കൊണ്ട് എനിക്ക് എക്സാം കിട്ടും? സാറപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് അവിടെയും ഇവിടെയും തൊടാണ്ടുള്ള ഒരു ഉത്തരവ് പറഞ്ഞു, നീ ആദ്യം പഠിക്ക്, എക്സാമൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളതല്ല, അത് നമ്മൾ പഠിക്ക്, നമ്മുടെ സൈഡ് ചെയ്യും. അങ്ങനെയാണ് സാറ് പറഞ്ഞത്. പക്ഷെ സാറ് എന്നിട്ട് ഞങ്ങളോട് അത് പറയുമ്പോൾ സാറിങ്ങനെ പറയും, ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് 4-5 മാസമായി, എന്നിട്ടും ഇതിൽ പകുതി മുക്കാൽ പേർക്കും എങ്ങനെ സോൾവ് ചെയ്യണത്, എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ല, ഈ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് വെറും 3 മാസം കൊണ്ട് ആ ഒരു കൊച്ച് ക്രാക്ക് ചെയ്യാൻ പോണത്. നിങ്ങൾ തന്നെ പറ, ഇത് നടക്കുമോ നടക്കൂലേന്ന്. അപ്പോൾ എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഈ ക്രാഷ് കോഴ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം ക്രാഷ് കോഴ്സ്, കുറേ അധികം ആൾക്കാർ എടുക്കുന്നുണ്ട് ഈ ക്രാഷ് കോഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ 10th കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യണവരുണ്ട്, 11th പകുതി ആകുമ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണവരുണ്ട്, 12th സ്റ്റാർട്ടിങ്ങിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണവരുണ്ട്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണവരുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു 2-3 മാസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ആൾക്കാരായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ ചാൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഭയങ്കര ലോ ആണ്. ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് ഈ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്തേക്കുന്ന ആൾക്കാർ വളരെ വളരെ വിരളമാണ്. ഇനി അങ്ങനെ ക്രാക്ക് ചെയ്തേക്കണവർ അത് 2 കാറ്റഗറിയിലുള്ളവരാണ്. ഒന്ന്, നല്ല ഐക്യമുള്ളവർ, നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളവർ, അവർക്ക് ആ ഒരു കുറച്ച് നേരത്തെ ആ ഒരു ഇത് മതി, ആ 3 മാസമായാലും മതി, അവർ അതിനുള്ളിൽ തന്നെ ഫുള്ള് സെറ്റാവും, കാരണം അവർ ഓൾറെഡി നല്ല ബ്രൈറ്റാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് 11th നന്നായിട്ട് പഠിച്ചു, 12th പഠിച്ചു, ഇതൊരു എന്താ പറയുക, ഒരു മാരത്തോൺ ആണല്ലോ. ഇങ്ങനെ 2-2.5 കൊല്ലമൊക്കെയാണ് ഓരോ പിള്ളേർ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെയോ വെച്ചാൽ കൺസിസ്റ്റൻസി പോയവർ, അങ്ങനെയുള്ളവർക്ക് ഈ കൺസിസ്റ്റൻസി ഒന്നും കൂടി കിട്ടാൻ വേണ്ടി ഒന്നും കൂടി ആ ഒരു എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഉള്ളവർക്കും ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന സംഭവം ഹെൽപ്ഫുള്ളാണ്. പക്ഷേ നിങ്ങളൊരു 0% അല്ലെങ്കിൽ 20% എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ഒരു 3-3.5 മാസത്തെ ക്രാഷ് കോഴ്സ് നഷ്ടമാണ്. സീരിയസ് ആയിട്ട് പറയാം, നഷ്ടമാണ്. രണ്ടാമത്തെ സംഭവമാണ് ലൈവ് മാരത്തോൺ. ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ എൻ്റെ മോഡൽ എക്സാമിന് ഞാൻ ഈ ലൈവ് മാരത്തോൺ നോക്കിയാണ് പഠിച്ചത്. ഒരു ചാനലിൻ്റെ ഒരു ലൈവ് മാരത്തോൺ ഉണ്ടായിരുന്നു, അതും പഠിച്ചാണ് ഞാൻ പോയത്. ആ ഒരു എക്സാമിന് മുന്നേ ഞാൻ അത്യാവശ്യം പാസ്സായി, കുഴപ്പമുണ്ടായില്ല, പാസ്സായി. കുറേ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, അവരും അത്യാവശ്യം നന്നായിട്ട് പാസ്സായി. പക്ഷേ ഈ എൻട്രൻസിലേക്ക് വരുമ്പോൾ പാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എക്സാമിന് പാസ് മാർക്ക്, പാസ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ കിട്ടൂല, അത്രേ ഉള്ളൂ. സീറ്റ് കിട്ടണമെങ്കിൽ 90, 95+, 97+ ഒക്കെ വേണം. അത് ജനറൽ ഓരോ കാറ്റഗറി അനുസരിച്ചിരിക്കും. എന്നാലും നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ല NITയിൽ നല്ലൊരു ബ്രാഞ്ചൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ ലൈവ് മാരത്തോണും പഠിച്ചുകൊണ്ട് പോകണേ പരീക്ഷയുടെ ഒരു ദിവസം മുന്നേ, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ, അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ. അതുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ ഞാൻ ചോദിച്ചു നോക്കി, കുറേ പേരെടുത്ത് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ലൈവ് മാരത്തോൺ കണ്ടിട്ടുണ്ടായിരുന്നോ, ആരെങ്കിലും അങ്ങനെ പഠിച്ചേക്കണ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പഠിച്ചേക്കണത് ഈ ഒരു അവസാനത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിന് മുന്നേ അവരവരുടെ നോട്ട്സാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓരോ ടോപ്പേഴ്സ് അവരവരുടെ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് എല്ലാവരും റിവൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ഒരു ലൈവ് മാരത്തോൺ സംഭവമൊന്നുമല്ല. ഇത് വെച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു 12th ബോർഡ് എക്സാം അല്ലെങ്കിൽ 10th ബോർഡ് എക്സാം വേണമെങ്കിൽ ഒന്ന് പാസ്സാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പാസിനേലും കുറച്ചും കൂടി കൂടുതൽ മാർക്ക് കിട്ടും. പക്ഷേ ഇത് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതല്ല, നിങ്ങൾ ബാക്കിയുള്ളവരേലും എത്ര മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നുള്ള അങ്ങനത്തെ ഒരു എക്സാമിന് ഈ ഒരു സംഭവം ഇത് ആപ്ലിക്കബിൾ അല്ല. അടുത്ത സംഭവമാണ് ഹൈ ഐക്യു. ഹൈ ഐക്യുവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സീരീസ് പറഞ്ഞുതരാം. 0, 1, 1, 2, 3, 5. ഇതിൻ്റെ അടുത്ത നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 2 തരം ആൾക്കാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഒന്ന്, ഈ സീരീസ് എന്തെന്നാണെന്ന് അറിയാൻ ആൾക്കും. 2, അത്യാവശ്യം ഹൈക്യു ഉള്ളവർക്കും, അത്യാവശ്യം ഈ പാറ്റേൺ റെക്കഗ്നൈസേഷൻ സ്കില്ലുള്ളവർക്കും. ഇത് ഫിബൊനാച്ചി സീരീസാണ്.
അപ്പോൾ നിങ്ങൾക്കിത് ഫിബൊനാച്ചി സീരീസ് ആണെന്ന് നിങ്ങളെ മുമ്പേ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് എന്തെന്നാണ് ഗസ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പാറ്റേൺ റെക്കഗ്നൈസേഷൻ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഐക്യുവിൻ്റെ ഒരു ഇത്. ഐക്യു എന്ന് പറഞ്ഞാൽ പാറ്റേൺ റെക്കഗ്നൈസേഷൻ സ്കില്ലാണ്. അപ്പോൾ ഹൈ ആയിട്ട് ഐക്യു ഉള്ളവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു 10, 12, 15, 20, 25 ഐക്യുവിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് അത്രയും ക്വസ്റ്റ്യൻസിനുള്ളിൽ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ പാറ്റേൺ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനത്തെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം, ഏതൊക്കെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വരാമെന്ന് മനസ്സിലാവും. പക്ഷേ അത്ര ഐക്യു ഇല്ല, ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ 50, 60 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും ആ ഒരു പാറ്റേൺസ് കത്താൻ. ഇതാണ് മെയിൻ. അത് കിട്ടായില്ല ആർക്കായാലും ഈ പറയുന്ന എൻട്രൻസ് ക്രാക്ക് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ആർക്കും ക്രാക്ക് ചെയ്യാം. പക്ഷേ 2 ആഴ്ച കൊണ്ട് ക്രാക്ക് ചെയ്യാൻ അത്രയും ഹൈ ലെവലിലുള്ളവരൊക്കെ പറ്റുള്ളൂ. 2 മാസം കൊണ്ടാണ് കുറച്ചും കൂടി, 3 മാസം കൊണ്ടാണ് കുറച്ചും കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കണവരാവണം. ഇനി 2 കൊല്ലം കൊണ്ടാണ് അതാവുമ്പോൾ കുറച്ചും കൂടി നോർമലായിട്ടുള്ളവർക്ക്, ആവറേജ് ആയിട്ടുള്ളവർക്ക് പറ്റും. അതായത് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യണം ഈ പറഞ്ഞ പോലെ ഹൈ ഐക്യു വേണം, നിങ്ങൾ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലമൊക്കെ നിങ്ങൾ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാണേ, നിങ്ങൾ ഈ പാറ്റേൺസ് നിങ്ങൾ തന്നെ പ്രോബ്ലംസ് ചെയ്ത് നിങ്ങൾ ഈ പാറ്റേൺസ് നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ആവണേ. എന്നിട്ട് ഇങ്ങനെ എഫേർട്ട് ഇട്ട് ഇത് പഠിക്കാനുള്ള ആ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഒരുവിധ ആൾക്കാർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ JEE ആയാലും NEET ആയാലും അത്ര ഭയങ്കര ഒരു വലിയൊരു സംഭവമൊന്നുമല്ല. കുറേ പാറ്റേൺസ്, ആ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് പാറ്റേൺസ് ഉണ്ട്, അതൊക്കെ തന്നെയാണ് ചോദിക്കണം. അപ്പോൾ ഈ പാറ്റേൺസ് നിങ്ങൾ മുമ്പേ എല്ലാ തരം പാറ്റേൺസ് സോൾവ് ചെയ്ത് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്കും സുഖമായിട്ട് സോൾവ് ചെയ്യാം. പിന്നത്തെ ഒരു സംഭവമാണ് ഡു യുവർ ബെസ്റ്റ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര കോമൺ ആയിട്ട് കേട്ടിരുന്ന സംഭവം, നിങ്ങൾ മാക്സിമം പഠിക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ഒരു റിപ്പീറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ടീച്ചേഴ്സായാലും പിള്ളേരായാലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കിപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പഠിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവും. ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ ഒരു കൊല്ലം വേസ്റ്റ് ചെയ്തു, ഉഴപ്പിക്കളഞ്ഞു. ഇനി നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, കുത്തിയിരുന്ന് പഠിച്ചു, ഒരു തുള്ളി സമയം വേസ്റ്റ് ചെയ്യാണ്ട് പഠിച്ചു, അപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് സംഭവം കിട്ടിയില്ല, JEE കിട്ടിയില്ല അല്ലെങ്കിൽ NEET കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവും. അപ്പോഴും ഉണ്ടാവും. ഞാൻ ഇത്രയും പഠിച്ചിട്ട് എന്ത് കാര്യം, ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ റിഗ്രറ്റ് ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളത് ഡു യുവർ ബെസ്റ്റ് അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റണ കാര്യം ഉദ്ദേശിക്കാം. അതാണ് ഈ റിഗ്രറ്റ് ഉണ്ടാവാണ്ടിരിക്കാനുള്ളൊരു സംഭവം. അല്ലാണ്ട് നന്നായിട്ട് പഠിച്ചാൽ റിഗ്രറ്റ് ഉണ്ടാവും, പഠിച്ചില്ലെങ്കിൽ റിഗ്രറ്റ് ഉണ്ടാവും. സോ ഇത് കുറച്ച് ഞാൻ എൻ്റെ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നതും കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ആ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു റിയാലിറ്റി, എനിക്ക് തോന്നിയ റിയാലിറ്റീസ് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് എടുക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം.